ഇന്ന് 2025 ജൂലൈ 8-ന് ലോകമെമ്പാടുമുള്ള ഗെയിമേഴ്സ്മാരും ഗെയിം വ്യവസായ ലോകവും ഒത്തുചേർന്ന് ലോക ഗെയിംസ് ദിനം ആഘോഷിക്കുമ്പോൾ ഈ മഹത്തായ വിനോദോപാധി കേവലം ഒരു നേരമ്പോക്ക് എന്നതിലുപരി എങ്ങനെ ഒരു വലിയ സാംസ്കാരിക, സാമ്പത്തിക, സാമൂഹിക ശക്തിയായി രൂപപ്പെട്ടു എന്നത് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഗെയിമിങ്ങിന്റെ ഈ വളർച്ചയും അത് സമൂഹത്തിൽ ചെലുത്തുന്ന ആഴത്തിലുള്ള സ്വാധീനവും ഈ ദിനം വിളിച്ചോതുന്നു. എല്ലാ പ്രായത്തിലുള്ളവരെയും ഒരുമിപ്പിക്കാനും പുതിയ ഡിജിറ്റൽ ലോകങ്ങൾ പര്യവേഷണം ചെയ്യാനും ഗെയിമിങ്ങിന്റെ സാമൂഹികവും മാനസികവുമായ നേട്ടങ്ങൾ മനസ്സിലാക്കാനുമുള്ള ഒരവസരം കൂടിയാണിത്. കേരളവും ഈ ആഗോള ഗെയിമിംഗ് തരംഗത്തിൽ സജീവമായി പങ്കുചേരുന്നുണ്ട്. ഗെയിമുകൾ കേവലം വിനോദോപാധികൾ മാത്രമല്ല, അവ ഇന്ന് വ്യക്തിഗത വികാസത്തിനും സാമൂഹിക ഇടപെടലുകൾക്കുമുള്ള ശക്തമായ ഒരു ഉപകരണം കൂടിയാണ്. തന്ത്രപരമായ ചിന്തകൾ വളർത്തിയെടുക്കുന്നതിനും നിർണായക പ്രശ്നങ്ങളിൽ പരിഹാരം കാണുന്നതിനും ടീം വർക്ക് മെച്ചപ്പെടുത്തുന്നതിലും ഗെയിമുകൾക്ക് വലിയ പങ്കുണ്ട്. നിരന്തരമായ പഠനങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഗെയിമിംഗ് ഏകാഗ്രതയും പ്രതികരണശേഷിയും വർദ്ധിപ്പിക്കുന്നു എന്നത്. ഈ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഡിജിറ്റൽ യുഗത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മനുഷ്യരെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു മാധ്യമമായി ഗെയിമുകൾ മാറിക്കഴിഞ്ഞു. ഗെയിമിംഗ് മേഖലയുടെ സാധ്യതകൾ ഇന്ന് വിസ്മയകരമാണ്. നിരവധി ഗെയിമുകൾ കളിക്കാരെ പുതിയ കാര്യങ്ങൾ പഠിക്കാനും സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും പ്രേരിപ്പിക്കുന്നു. ഉദാഹരണത്തിന് തന്ത്രപരമായ ഗെയിമുകൾ കളിക്കാർക്ക് ആസൂത്രണശേഷി വർദ്ധിപ്പിക്കുകയും പസിൽ ഗെയിമുകൾ അവരുടെ യുക്തിപരമായ ചിന്തയെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു. ചരിത്രം, ശാസ്ത്രം, ഗണിതം തുടങ്ങിയ വിഷയങ്ങളിൽ വിജ്ഞാനം പകർന്നു നൽകുന്ന വിദ്യാഭ്യാസപരമായ ഗെയിമുകൾക്ക് ഇന്ന് ധാരാളമായി ലഭ്യമാണ്. മൾട്ടിപ്ലെയർ ഗെയിമുകൾ സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടുമൊപ്പം കളിക്കാൻ അവസരം നൽകുകയും ഇത് സാമൂഹിക ഇടപെടലുകൾ വർദ്ധിപ്പിക്കുകയും ആശയവിനിമയ ശേഷി മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. കൂടാതെ ഓൺലൈൻ ഗെയിമിംഗ് കമ്മ്യൂണിറ്റികൾ പുതിയ സൗഹൃദങ്ങൾക്കും വലിയ പ്ലാറ്റ്ഫോമുകൾ ഒരുക്കുന്നുണ്ട്. മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും സന്തോഷം നൽകുന്നതിനും ഗെയിമുകൾക്ക് അസാധാരണമായ കഴിവുണ്ട്. ജോലിയുടെയും പഠനത്തിന്റെയും തിരക്കിനിടയിൽ മാനസിക ഉന്മേഷം നേടാൻ ഗെയിമുകൾ സഹായിക്കുന്നു. പല ഗെയിമുകളും സമ്മർദ്ദം കുറയ്ക്കുന്നതിനുള്ള ഉപാധികളായി പ്രവർത്തിക്കുകയും കളിക്കാരെ സ്വന്തമായി തന്ത്രങ്ങൾ മെനയാനും വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കാനും പ്രേരിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ അവരുടെ സർഗാത്മകതയും പ്രതികരണശേഷിയും വർദ്ധിപ്പിക്കുന്നു. ഇന്ന് ഗെയിമിംഗ് ഒരു പ്രധാന വ്യവസായമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇത് ഗെയിം ഡെവലപ്പർ, ഗെയിം ഡിസൈനർ, ഗെയിം ടെസ്റ്റർ, ഇ സ്പോർട്സ് പ്രൊഫഷണൽ, സ്ട്രീമർ തുടങ്ങിയ നിരവധി കരിയർ സാധ്യതകൾ തുറന്നു തരുന്നു. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന ഈ മേഖല ഒരു വലിയ സാമ്പത്തിക ശക്തിയായി വളർന്നു വന്നിരിക്കുന്നു. കേരളവും ആഗോള ഗെയിമിംഗ് ഭൂപടത്തിൽ തനതായ സ്ഥാനം ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മികച്ച ഇന്റർനെറ്റ് ലഭ്യതയും യുവജനങ്ങളുടെ സാങ്കേതികപരമായ താല്പര്യങ്ങളും കേരളത്തിൽ ഗെയിമിംഗിന് അനുകൂലമായ സാഹചര്യമാണ് ഒരുക്കുന്നത്. പ്രൊഫഷണൽ ഗെയിമിംഗ് രംഗത്തും സ്ട്രീമിംഗ് മേഖലയിലും ഒട്ടേറെ മലയാളി ഗെയിമർമാർ ഇന്ന് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ശ്രദ്ധേയമായ പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. മൊബൈൽ ഗെയിമിംഗ് രംഗത്താണ് കേരളത്തിലെ ഗെയിമർമാർ ഏറ്റവും കൂടുതൽ തിളങ്ങുന്നത്. പബ്ജി മൊബൈൽ, ഫ്രീ ഫയർ, കോൾ ഓഫ് ഡ്യൂട്ടി തുടങ്ങിയ ഗെയിമുകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച നിരവധി കളിക്കാർ കേരളത്തിലുണ്ട്. ഗെയിമിംഗ് വീഡിയോകൾ യൂട്യൂബിലും മറ്റ് പ്ലാറ്റ്ഫോമുകളിലും സ്ട്രീം ചെയ്യുന്ന ധാരാളം മലയാളി സ്ട്രീമർമാരുണ്ട്. ഈഗിൾ ഗെയിമിംഗ്, തൊപ്പി, സായി പോപ്പി, കാസ്റ്റോ തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്നവർക്ക് വലിയ ആരാധക വൃന്ദങ്ങളുണ്ട്. ഇവർ ഗെയിമിംഗ് ഉള്ളടക്കം മലയാളത്തിൽ അവതരിപ്പിക്കുകയും പ്രാദേശിക ഗെയിമിംഗ് സമൂഹത്തിന് വലിയ പ്രചോദനം നൽകുകയും ചെയ്യുന്നു. കേരളത്തിലെ പല കോളേജുകളിലും സർവകലാശാലകളിലും ഇ സ്പോർട്സ് ക്ലബ്ബുകൾ സജീവമാവുകയും ഗെയിമിംഗ് ടൂർണമെന്റുകൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് പുതിയ തലമുറയിലെ ഗെയിമർമാർക്ക് അവസരങ്ങൾ നൽകുന്നു. ഗെയിം ഡെവലപ്മെന്റ് രംഗത്തും കേരളം പതിയെ ചുവടുവയ്പ്പുകൾ നടത്തുന്നുണ്ട്. കൊച്ചി, തിരുവനന്തപുരം പോലുള്ള നഗരങ്ങളിൽ സ്റ്റാർട്ടപ്പുകൾ ഗെയിം വികസന രംഗത്ത് സാധ്യതകൾ തേടുന്നുണ്ട്. പ്രാദേശിക സംസ്കാരവും പശ്ചാത്തലവും ഉപയോഗിച്ച് ഗെയിമുകൾ നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഗെയിമിംഗ് ലോകം അതിന്റെ അനന്തമായ നേട്ടങ്ങൾക്കൊപ്പം ചില വെല്ലുവിളികളും ഉയർത്തുന്നുണ്ട്. ഗെയിമിങ്ങിനോടുള്ള അമിതമായ ആസക്തി വ്യക്തികളുടെ സാമൂഹിക ജീവിതത്തെയും പഠനത്തെയും ജോലിയെയും പ്രതികൂലമായി ബാധിച്ചേക്കാം. ഇത് ഉറക്കക്കുറവ്, സാമൂഹിക ഒറ്റപ്പെടൽ, മാനസിക പ്രശ്നങ്ങൾ എന്നിവയിലേക്ക് നയിക്കാനുള്ള സാധ്യതയുമുണ്ട്. ദീർഘനേരം ഗെയിം കളിക്കുന്നത് കണ്ണിനും കഴുത്തിനും പുറംഭാഗത്തും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം. കൂടാതെ ശാരീരിക പ്രവർത്തനങ്ങളുടെ അഭാവം അമിതവണ്ണത്തിനും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും. ചില ഗെയിമുകൾക്ക് പണം മുടക്കേണ്ടി വരുന്നത് ഗെയിമിനുള്ളിലെ പർച്ചേസിംഗിന് അമിതമായ പണം ചെലവഴിക്കുന്നതിന് കാരണമാകുന്നതും സാമ്പത്തിക വെല്ലുവിളിയാണ്. ഓൺലൈൻ ഗെയിമുകളിൽ സ്വകാര്യ വിവരങ്ങൾ പങ്കുവെക്കുന്നത് സൈബർ ആക്രമണങ്ങൾക്കും തട്ടിപ്പുകൾക്കും സാധ്യത നൽകുന്നു. കൂടാതെ ഗെയിമിംഗ് അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. ഗെയിമുകൾ വെറും സമയം പാഴാക്കലാണെന്ന ധാരണ ഇപ്പോഴും നിലനിൽക്കുന്നതും അക്രമകരമായ ഗെയിമുകൾ കുട്ടികളുടെ സ്വഭാവത്തെ മോശമായി ബാധിക്കുന്നുവെന്ന വാദങ്ങളും ഈ മേഖല നേരിടുന്ന പ്രധാന സാമൂഹിക വെല്ലുവിളിയാണ്. കേരളത്തിലും ഈ വിഷയങ്ങളിൽ ആരോഗ്യപരമായ ചർച്ചകളും ബോധവൽക്കരണവും ആവശ്യമാണ്. ഈ വെല്ലുവിളികൾക്കിടയിലും ഗെയിമിംഗ് ലോകം വലിയ സാധ്യതകളോടെയാണ് മുന്നോട്ട് പോകുന്നത്. ഇ സ്പോർട്സ് ഇന്നൊരു ആഗോള പ്രതിഭാസമാണ്. വലിയ സമ്മാന തുകകളുള്ള ടൂർണമെന്റുകളും പ്രൊഫഷണൽ ടീമുകളും ദശലക്ഷക്കണക്കിന് ആരാധകരുമായി ഇത് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്നു. ഇത് കളിക്കാർക്ക് ഒരു മികച്ച കരിയർ നേടാനുള്ള അവസരം നൽകുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പഠനത്തെ കൂടുതൽ രസകരമാക്കാൻ ഗെയിമുകളെ ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഗെയിമിഫിക്കേഷൻ എന്നത് പഠനത്തെ ആകർഷിക്കാനുള്ള ഒരു നൂതന രീതിയാണ്.
തെറാപ്പിയിലും പുനരധിവാസത്തിലും ഗെയിമുകൾ ഉപയോഗിക്കുന്നത് പുതിയ സാധ്യതകൾ തുറക്കുന്നു. ശാരീരികവും മാനസികവുമായ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരെ സഹായിക്കാൻ ചില ഗെയിമുകൾക്ക് കഴിയും. ഉദാഹരണത്തിന് വെർച്വൽ റിയാലിറ്റി ഗെയിമുകൾ ഫിസിയോതെറാപ്പിക്ക് ഉപയോഗിക്കപ്പെടുന്നു. വെർച്വൽ റിയാലിറ്റി, ഓഗ്മെന്റഡ് റിയാലിറ്റി സാങ്കേതിക വിദ്യകൾ ഗെയിമിംഗ് അനുഭവത്തെ അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോവുകയും കൂടുതൽ യാഥാർത്ഥ്യബോധമുള്ളതും ആകർഷകവുമായ ഗെയിമുകൾ വികസിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. വലിയ കമ്പനികളെ ആശ്രയിക്കാതെ ചെറിയ ടീമുകൾക്കും വ്യക്തികൾക്കും സ്വന്തമായി ഗെയിമുകൾ വികസിപ്പിച്ച് പുറത്തിറക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇന്നുണ്ട്. ഇത് സർഗാത്മകതയ്ക്ക് വലിയ അവസരങ്ങൾ നൽകുന്നു. ചില രാജ്യങ്ങൾ ഗെയിമിംഗ് ഇവന്റുകൾക്കും ടൂർണമെന്റുകൾക്കും ആതിഥേയത്വം വഹിച്ച് ഗെയിമിംഗ് ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. മെറ്റാവേഴ്സ് എന്ന ആശയം യാഥാർത്ഥ്യമാകുമ്പോൾ ഗെയിമിംഗ് അതിന്റെ ഒരു വലിയ ഭാഗമായി മാറുകയും വെർച്വൽ ലോകങ്ങളിൽ ആളുകൾക്ക് സംവദിക്കാനും കളിക്കാനും പഠിക്കാനും ജോലി ചെയ്യാനും കഴിയുന്ന ഒരു പുതിയ യുഗം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഗെയിമിംഗ് വ്യവസായം അതിവേഗം വളരുകയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ബ്ലോക്ക് ചെയിൻ തുടങ്ങിയ പുതിയ സാങ്കേതിക വിദ്യകൾ ഗെയിമുകളുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കും. AI ഉപയോഗിച്ച് കൂടുതൽ സങ്കീർണവും വ്യക്തിഗതവുമായ ഗെയിമിംഗ് അനുഭവങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. ബ്ലോക്ക് ചെയിൻ ഗെയിമുകൾ കളിക്കാർക്ക് ഗെയിമിനുള്ളിലെ വസ്തുതകളുടെ യഥാർത്ഥ ഉടമസ്ഥാവകാശം നൽകാൻ സഹായിക്കും. ഗെയിമുകൾ കേവലം വിനോദോപാധികൾ എന്നതിലുപരി പഠനത്തിനും സാമൂഹിക ഇടപെടലുകൾക്കും പുതിയ കരിയർ സാധ്യതകൾക്കും വഴിയൊരുക്കുന്ന ശക്തമായ ഒരു മാധ്യമമായി മാറിക്കഴിഞ്ഞു. ലോകം ഗെയിംസ് ദിനം ആഘോഷിക്കുമ്പോൾ ഈ വിസ്മയകരമായ ലോകത്തെ നാം അംഗീകരിക്കുകയും അതിൻ്റെ സാധ്യതകൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുകയും അതേസമയം അതിൻ്റെ വെല്ലുവിളികളെ ശ്രദ്ധയോടെ നേരിടുകയും വേണം. ഗെയിമിൻ്റെ നല്ല വശങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ഉത്തരവാദിത്തമുള്ള ഗെയിം ശീലങ്ങൾ വളർത്തുകയും ചെയ്യുന്നത് ഈ വ്യവസായത്തിൻ്റെ സുസ്ഥിരമായ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. കേരളത്തിലെ ഗെയിം സമൂഹം ഈ ആഗോള മുന്നേറ്റത്തിൽ എങ്ങനെ കൂടുതൽ ശക്തമായി പങ്കുചേരുന്നു എന്ന് കാത്തിരിക്കേണ്ടിയിരിക്കുന്നു.